നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എഫക്റ്റാണ് ഗോഷ്യൻ ബ്ലർ. അതുപോലെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ഗോഷ്യൻ ബ്ലർ. എന്താണ്, നമ്മുടെ വീഡിയോസ് ഈസി ആയിട്ട് ബ്ലർ ചെയ്യാൻ വേണ്ടി കഴിയും. വളരെ സിമ്പിൾ ആൻഡ് ബേസിക് എഫക്റ്റ് അല്ലേ. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടൊരു എഫക്റ്റ് അല്ല ഗോഷ്യൻ ബ്ലർ. ഈ ഒരു വീഡിയോയിൽ ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഫക്റ്റുകളും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എഫക്റ്റുകളുമാണ്. നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ്ങിനെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഗോഷ്യൻ ബ്ലർ എന്ന് നമുക്ക് നോക്കാം. ഇഫക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ വീഡിയോ എഫക്ട്സിന് താഴെ ബ്ലർ ആൻഡ് ഷാർപ്പിൻ്റെ താഴെ നമ്മുടെ എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. അത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ക്ലിപ്പിലേക്ക് കൊണ്ടിടാം. ഇഫക്റ്റ് കൺട്രോൾസിൽ നോക്കുവാണെങ്കിൽ ഗോഷ്യൻ ബ്ലർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ മാസ്ക് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോയുടെ ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് ബ്ലർ ഡയമെൻഷൻസിൽ വരുവാണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കലാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ യൂസ് ചെയ്യാം. ഹൊറിസോണ്ടലായിട്ട് മാത്രം ബ്ലർ വന്നിരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് വെർട്ടിക്കലും ചൂസ് ചെയ്യാം. വെർട്ടിക്കലായിട്ട് ബ്ലർ വന്നിരിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം, നമ്മുടെ എഡ്ജസിലെല്ലാം ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇവിടെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പോയി നമ്മുടെ വീഡിയോ ക്ലീൻ ആയിരിക്കുന്നതാണ്. ഇനി ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നമുക്ക് കീ ഫ്രെയിം ചെയ്യാനും കഴിയും. ഓക്കെ, ഇത്രയുള്ള ഈ ഒരു എഫക്റ്റ് വളരെ സിമ്പിളായിട്ടും വളരെ ബേസിക് ആയിട്ടുള്ള എഫക്റ്റ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് എഫക്റ്റുകൾ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൾസിംഗ് ലൈറ്റ് എന്ന് പറയുന്ന എഫക്റ്റാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആവശ്യമാണ്. ഇവിടെ നമുക്ക് പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക്, ന്യൂ ഐറ്റം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വന്നിരിക്കുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. വീഡിയോ കംപ്ലീറ്റ് ആകുന്നോണം വരെ ഫുൾ അത് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇതിലേക്ക് നമുക്ക് ഗോഷ്യൻ ബ്ലർ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ ഗോഷ്യൻ ബ്ലർ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ആക്കി കൊടുക്കാം. ഇവിടെ ഓപ്പോസിറ്റിൽ ബ്ലെൻഡിങ് മോഡ് നമുക്ക് നോർമലി ചേഞ്ച് ചെയ്ത് ലീനിയർ ഡോഡ്ജിലേക്ക് ആക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു എഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോയുടെ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 100 കൊടുത്ത് നോക്കാം. ഒരു 100 കുറച്ച് കൂടുതലായ പോലെ തോന്നുന്നുണ്ട്. നമുക്കൊരു 80% കൊടുത്ത് നോക്കാം. ഓക്കെ, 80% മതി. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് 80% ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കീ ഫ്രെയിം ചെയ്യണം. സോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് വാല്യൂ 0 കൊടുക്കാം. ഒരു 5 ഫ്രെയിംസ് മുമ്പോട്ട് പോകാം. ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ 5 ഫ്രെയിംസ് മുമ്പോട്ട് പോയിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം. വീണ്ടും ഷിഫ്റ്റ് പ്ലസ് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. 0 കൊടുക്കുക ഇതിൻ്റെ വാല്യൂ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ 100 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കീ ഫ്രെയിം ചെയ്ത് വീഡിയോ എൻഡ് ചെയ്യുന്നോണം വരെ ആക്കാം. സോ നമുക്ക് ഈ കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിടാം. ഓക്കെ, വീണ്ടും ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. വീണ്ടും സെലക്ട് ചെയ്ത ഓൾട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് വീഡിയോ ഇവിടം വരെ കൊണ്ടിടുക. അങ്ങനെ സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ എൻഡിങ്ങിൽ വരെ നമുക്ക് കീ ഫ്രെയിം കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എഫക്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടി കഴിയും. അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ സബ്ജക്റ്റിനെ മാത്രം ആദ്യം മാസ്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഗോഷ്യൻ ബ്ലറിൽ നോക്കുവാണെങ്കിൽ 3 മാസ്കിംഗ് ടൂൾ അവൈലബിൾ ആണ്. നമുക്ക് പെൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യാം. P ആണ് ഷോർട്ട് കട്ട്. വീഡിയോ കുറച്ച് സൂം ചെയ്യുവാണ്. എന്നിട്ട് H ആണ് ഹാൻഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോ ഇങ്ങനെ മൂവ് ചെയ്യാം. പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഡ്രോ ചെയ്യാൻ തുടങ്ങാം. ഞാൻ തൽക്കാലം പെട്ടെന്ന് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചുറ്റും ഡ്രോ ചെയ്തെടുക്കുവാണ്. നമ്മുടെ സബ്ജക്റ്റിന് ഒത്തിരി മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും മാസ്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോണ്, ലാപ്ടോപ്പ്, അതുപോലെ ഒബ്ജക്ട്സ്, പിന്നെ സ്റ്റില്ലായിട്ടുള്ള വീഡിയോസ്, അങ്ങനെ മൂവ്മെൻറ്റ് കുറവായിട്ടുള്ള വീഡിയോസ്, ഇതെല്ലാം നമുക്ക് മാസ്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആ ഹെയർ ഒക്കെ ഉണ്ട്, അതൊക്കെ മാസ്ക് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മാസ്കിങ് ഏറ്റവും ബെറ്റർ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഗോഷ്യൻ ബ്ലറി വരുവാണെങ്കിൽ നമുക്ക് മാസ്ക് പാത്ത് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് ട്രാക്ക് ചെയ്യാം. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാക്കിംഗ് പ്രോഗ്രസ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലെ പോലെ നമുക്ക് റിയൽ ടൈമായിട്ട് കാണാൻ വേണ്ടി കഴിയത്തില്ല ട്രാക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് ലോഡാകുന്നോളം വരെ. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ട്രാക്ക് തെറ്റിപ്പോവും, കാരണം ഇത്ര പ്രിസൈസായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ട്രാക്ക് തെറ്റിപ്പോയ പോയിൻ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പുറകോട്ട് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണ് ട്രാക്ക് തെറ്റിപ്പോയിട്ടുള്ളത്. നമുക്ക് കുറച്ച് പ്ലേ ഹെഡ് മുമ്പോട്ട് മാറ്റിയിട്ട് എവിടെ തെറ്റിപ്പോയ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മുമ്പിലോട്ടുള്ള പോർഷൻ, അവിടുന്ന് മുമ്പോട്ടുള്ള പോർഷൻ ട്രാക്ക് ചെയ്യാം.
വീണ്ടും നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രാക്കിന് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അടുത്തായിട്ട് വീണ്ടും നമുക്ക് തെറ്റിപ്പോയ ഒരു പോർഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഏകദേശം തെറ്റിപ്പോയിട്ടുള്ളത്. വീണ്ടും നമുക്ക് ട്രാക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് ട്രാക്ക് ചെയ്യണം, മിസ്റ്റേക്ക് വരുന്ന പോർഷൻ കണ്ടുപിടിക്കണം, അവിടെ ക്ലീൻ ചെയ്യണം, വീണ്ടും മുമ്പോട്ടുള്ള പോർഷൻ ട്രാക്ക് ചെയ്യണം. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്ക് നല്ല രീതിയിൽ കിട്ടുന്നോണം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ സബ്ജക്റ്റിനെ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ വാല്യൂ ഇൻക്രീസ് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായുള്ള പോർഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും നമുക്ക് കാണാം. ഇനി നമുക്കിവിടെ റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ആക്കി കൊടുക്കാം. നമ്മുടെ വീഡിയോ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്ക് ഫെദർ എന്നുള്ള ഓപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നല്ല രീതി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 300 യൂസ് ചെയ്യുവാണ്. 300. ഓക്കെ, ഇനിയാണ് നമുക്ക് ബ്ലർനെസ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ബ്ലറിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയൊരു ബ്ലർ കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് അത് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ ചെറിയൊരു ഇഫക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മേ ബി ഒരു 15 കൊടുത്ത് നോക്കാം. ഓക്കെ, 15 വേണ്ട, ഒരു 13 കൊടുത്ത് നോക്കാം. ഓക്കെ, 13 കുഴപ്പമില്ലാതെ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാം, എഡ്ജസ്റ്റിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ ഹെയറിൻ്റെ പോർഷനിലൊക്കെ കുറച്ച് പ്രശ്നമുള്ള സബ്ജക്റ്റാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫോണും ലാപ്ടോപ്പ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നല്ല എഡ്ജസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റിന് ഹെയർ പറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും കുഴപ്പമില്ലാത്ത റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ സഡിലായിട്ട് നമുക്ക് ബ്ലർ വാല്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുകയും ചെയ്യും. നമ്മുടെ ആ ഒരു വീഡിയോ അത്ര കുഴപ്പമുള്ളതായിരിക്കത്തുമില്ല. സോ ഇങ്ങനെയാണ് നമുക്ക് ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് കുറച്ച് സിമ്പിളായിട്ടുള്ള ട്രാൻസിഷൻസ് ആണ്. 2 ക്ലിപ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ ആവശ്യമുണ്ട്. പ്രൊജക്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് കൊണ്ടിടാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ട്രാൻസിഷൻ നടക്കുന്ന പോയിന്റ് മാത്രമേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആവശ്യമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് കട്ട് വരുന്ന പോയിന്റിൽ ആദ്യത്തെ വീഡിയോയിൽ നിന്നും രണ്ടാമത്തെ വീഡിയോ കട്ട് ചെയ്ത് വരുന്ന പോയിന്റിൽ നമ്മുടെ പ്ലേ ഹെഡ് കൊണ്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലേക്ക് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ ഗോഷ്യൻ ബ്ലർ ഇവിടെ വന്നിരിക്കുന്നതാണ്. ആ ഒരു പ്ലേ ഹെഡ് ഇരിക്കുന്ന പോയിന്റിൽ നമ്മുടെ ബ്ലറിൻ്റെ വാല്യൂ 100 കൊടുക്കാം. 100 മതി. റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണ് ഈ ഒരു എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. അതുപോലെ എവിടെയാണ് നമുക്ക് ഈ ഒരു എഫക്റ്റ് എൻഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഓക്കെ, നമുക്കിത് കീ ഫ്രെയിം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആ ഒരു ആവശ്യമില്ലാത്ത പോർഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ആദ്യത്തെ കീ ഫ്രെയിമിൻ്റെ മുമ്പിൽ വന്നിട്ട് Ctrl+K ആണ് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ആ ഒരു മൂന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ എൻഡ് ചെയ്യുന്നിടത്ത് നമ്മുടെ പ്ലേ ഹെഡ് വെച്ചിട്ട് Ctrl+K പ്രസ് ചെയ്യാം. എന്നിട്ട് ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഗോഷ്യൻ ബ്ലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ബ്ലർ ഡയമെൻഷൻസിൻ്റെ അവിടെ ഹൊറിസോണലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹൊറിസോണൽ മാറ്റി വെർട്ടിക്കൽ കൊടുത്ത് നോക്കാം. വെർട്ടിക്കൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് സിമ്പിളായിട്ട് കുറച്ച് ട്രാൻസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഡ്രീമി ലുക്കാണ്. നമ്മുടെ വീഡിയോയ്ക്ക് എങ്ങനെ ഒരു ഡ്രീമി ലുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, നമുക്ക് അതിന് വേണ്ടി നമ്മുടെ മെയിൻ ക്ലിപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലത്തെ ട്രാക്കിൽ കൊണ്ട് വെക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാം. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ എഫക്റ്റ് കൺട്രോൾസിൽ നമ്മുടെ എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം 100 കൊടുത്തു. എന്നിട്ട് ഓപ്പോസിറ്റിൽ ബ്ലെൻഡിങ് മോഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് സ്ക്രീൻ കൊടുക്കാം. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ എഫക്റ്റ് മാറിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 80 അല്ലെങ്കിൽ 76 കൊടുത്തു. അതുപോലെ ഇതിൻ്റെ ബ്ലർ വാല്യൂ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത്ര നമുക്ക് ആ ഒരു ഇഫക്റ്റ് കൊടുക്കാം. ഞാൻ ഒരു 80% ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ ഓപ്പോസിറ്റ് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഞാൻ ഓപ്പോസിറ്റ് കുറച്ച് കൊടുക്കുവാണ്, ഒരു 70%. ഓക്കെ, ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് കൊടുക്കുന്ന സെറ്റിങ്സ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ എഫക്റ്റ്.
ഇങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഗോഷൻ ബ്ലർ ഉപയോഗിച്ച് ഡ്രീമി ലുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഫോക്കസിങ് ഇഫക്റ്റ് ആണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഇഫക്റ്റ് ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റാക്ക് ഫോക്കസിങ് ഇഫക്റ്റ് ആണ്. നമ്മൾ കുറേ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ബ്ലർ വാല്യൂ ആദ്യം ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 61 കൊടുത്തു. എന്നിട്ടൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വീഡിയോ ബ്ലറിൽ നിന്നും ഫോക്കസ് ആകുന്ന ഒരു എഫക്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ എഫക്റ്റ്. രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോക്കസ് പുൾ എന്ന് പറയുന്ന എഫക്റ്റ് ആയിരിക്കും. ആദ്യം നമ്മുടെ ഈ ഒരു ഫോർഗ്രൗണ്ട് ആയിരിക്കും ഫോക്കസിലായിട്ടുള്ളത്. ആ സമയം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നമ്മുടെ വീഡിയോ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേനും ഫോർഗ്രൗണ്ട് ബ്ലറായിട്ടും ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ആയിട്ടും വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഫോർഗ്രൗണ്ട് മാസ്ക് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോ കുറച്ച് സൂം ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് പെൻ ടൂൾ എടുക്കാം. ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് പി ഉപയോഗിച്ച് പെൻ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മാസ്കിൻ്റെ പെൻ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാസ്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ഞാൻ മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റില്ലായിട്ടൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്ത് ആനിമേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാസ്ക് പാത്ത് ആനിമേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കുറേ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സഡിലായിട്ടൊരു വാല്യൂ കൊടുക്കുന്നുള്ളൂ. മേ ബി ഒരു 12 മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചെറിയൊരു ബ്ലർ കിട്ടിയാൽ മതി. അതുപോലെ ഫെദറും നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു 51 ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫോർഗ്രൗണ്ട് ബ്ലറാണ്. ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യണം. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർഗ്രൗണ്ട് ഫോക്കസിലായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ബ്ലർനെസ്സിൽ നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. അതിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 12 കൊടുക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഫോർഗ്രൗണ്ട് നല്ല ക്ലിയർ ആണ്. പിന്നെ അത് ബ്ലർ ആകുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു സെയിം ഇഫക്റ്റിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഫോർഗ്രൗണ്ടിൽ കൊടുക്കണം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ബ്ലർ ആയിരിക്കണം, പിന്നീട് അത് ഫോക്കസിലേക്ക് വരണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടെ ഗോഷ്യൻ ബ്ലർ ഈ ഒരു വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു മാസ്ക് പാത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വീണ്ടും ഒന്നുകൂടെ മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മാസ്ക് 1 ആദ്യത്തെ ഗോഷ്യൻ ബ്ലർ എഫക്റ്റിൽ മാസ്ക് 1 നമുക്ക് Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് Ctrl+V ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മാസ്ക് 1 സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ മാസ്ക് പാത്ത് ഇവിടെ വന്നിരിക്കുന്ന കാണാം. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അതായത് ഫോർഗ്രൗണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർഗ്രൗണ്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 12 കൊടുക്കാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോക്കസ് പുൾ എഫക്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു 5 എഫക്റ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. ബട്ട് വളരെ ബേസിക് ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൂടെ ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോർഷൻ മാത്രം ഇങ്ങനെ ബ്ലർ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ കൂടുതലും ന്യൂസ് വീഡിയോസിലൊക്കെ കാണുന്ന ചില ആളുകളുടെ ഫേസ് മാത്രം ഇങ്ങനെ ബ്ലർ ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഒരു വീഡിയോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് മാസ്ക് ടൂൾ കിടക്കുന്ന കാണാം. ഓക്കെ, എലിപ്സ് ടൂൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫെദർ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 140 കൊടുക്കുവാണ്. ഇങ്ങനെയാണ് നമുക്ക് വീഡിയോയുടെ ഏതെങ്കിലും സ്പെസിഫിക് പോർഷൻ മാത്രം ബ്ലർ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ മാസ്ക് പാത്ത് ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഇവിടെ ഒരു മൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച്. സോ മാസ്ക് പാത്ത് 1 നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്കത് ആ ഒരു സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വീഡിയോയുടെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം മാസ്ക് ചെയ്യണമെങ്കിൽ മാസ്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാസ്ക് പാത്ത് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു എഫക്റ്റോടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മുടെ ആ ഒരു വീഡിയോയുടെ എഡ്ജസ് നമുക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതിന് ഈ ഒരു എലിപ്സ് ടൂൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് വീഡിയോയുടെ മെയിൻ പോർഷൻ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ മാസ്ക് പാത്ത് ഇൻവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻവേർട്ടിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം. ബ്ലറിന് റിപ്പീറ്റ് എഡ്ജ് പിക്സൽസ് ഞാൻ ഓണാക്കി കൊടുക്കുവാണ്. ഞാൻ വളരെ സഡിലായിട്ടൊരു വാല്യൂ കൊടുക്കുവാണ്. ഒരു 25 കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫെദർ ആവശ്യമുള്ളത്ര ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ എഡ്ജസിലൊക്കെ ഒരു ബ്ലർ കിട്ടിയിരിക്കുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റിലേക്ക് കറക്റ്റ് ഫോക്കസ് കിട്ടുന്ന രീതിയിൽ ആ ഒരു എഡ്ജസൊക്കെ നമുക്ക് ബ്ലർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഗോഷ്യൻ ബ്ലർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റുകൾ. വലിയ കഷ്ടപ്പാടൊന്നുമില്ല, എല്ലാം വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്ന എഫക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.